അസ്സലാമു അലൈക്കും. എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ആളാണെങ്കിലും പുറത്തേക്ക് ചെയ്യണം, സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നല്ല രീതിയിൽ എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പാൻറ്റാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഒരു പഴയ വെള്ള തുണി എടുത്തിട്ട് നിങ്ങളെ സ്വന്തം അളവിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യണ 500 രൂപ മാത്രം അടച്ചാൽ 6 മാസത്തെ കോഴ്സ് ഉണ്ട്. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാൻ പറ്റും. ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് ചെയ്യാൻ പാകത്തിലാണ് ക്ലാസ് തരുന്നത്. താല്പര്യമുള്ളവരൊക്കെ 80 86 82 49 49 പറഞ്ഞ് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റും. ചിലർക്ക് കട്ട് ചെയ്യാൻ പേടുള്ളവരായിരിക്കും. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കട്ടിങ് അത്ര വലിയ കാര്യമല്ല. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറക്കൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഒരാൾ അളവെടുക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എങ്ങനെ ഒരാളെ അളവെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടാപ്പിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് നമ്മൾ ഇഞ്ച് ബേസിലാണ് നമ്മൾ നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഇഞ്ച് ഈ ഒന്ന് ഒന്നിൽ നിന്ന് 40 വരെയുള്ള നീളാണ് 1 മീറ്റർ കണ്ടോ. ഈ ഒന്നിൽ നിന്ന് 40 വരെയുള്ള ഇഞ്ചാണ് 1 മീറ്റർ കേട്ടോ. പിന്നെ നമ്മൾ ഈ ടാപ്പിൽ തന്നെ 2ആയി മടക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ 40 ഇഞ്ച് ലെങ്ത് ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് അളവ് വേണ്ടിയെന്നുണ്ടെങ്കിൽ 1 to 40 വരെ പിടിച്ചിട്ട് ഇങ്ങനെ 2ആയി മടക്കുകയാണ് വേണ്ടത് കണ്ടോ. ഇപ്പോൾ 2 ഭാഗമായില്ലേ. അപ്പോൾ എത്ര കിട്ടി? 20 കണ്ടോ. മടക്ക് വന്നത് 20. അതേപോലെ ഹരിക്കാൻ പേടിയുള്ളവർക്ക്, ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ അതെനിക്ക് കഴിയണില്ല എന്ന് ചിന്തിക്കണവർക്ക്, അങ്ങനത്തെവർക്കൊക്കെ ഈ ടാപ്പ് വെച്ചിട്ട് തന്നെ എങ്ങനെ ചെയ്യാമെന്നും കൂടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ പൊക്കിളിൻ്റെ 1 ഇഞ്ച് മേലെ പിടിക്കണം ടാപ്പ് കേട്ടോ. പൊക്കിളിൻ്റെ 1 ഇഞ്ച് മേലെ പിടിച്ചിട്ട് താഴെ നിലത്ത് തട്ടണം കേട്ടോ. ഇങ്ങനെ താഴെ നിലത്ത് തട്ടണത് വരെ. അപ്പോൾ 38 ഇഞ്ചിലാണ് ഇപ്പോൾ ടാപ്പ് നിൽക്കുന്നത്. നിവർന്ന് നിന്നിരിക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ് കേട്ടോ. നമ്മൾ നിവർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 36 മതി കണ്ടോ. ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ 36 മതി. നമുക്കത് പോരാ, നമുക്ക് 38 വേണം. അപ്പോൾ നമ്മൾ നിവർന്ന് നിന്നാൽ 38 കിട്ടും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിക്ക് നീളം നോക്കേണ്ടത് പൊക്കിളിൻ്റെ 1 ഇഞ്ച് മേലെന്ന് ടാപ്പ് പിടിച്ചിട്ട് താഴെ നിലത്ത് തട്ടുന്നത് വരെ. നോർമൽ പാൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നോർമൽ പാൻറ്റിലാണ് ഈ ഒരു അളവിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇറക്കം 38 ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഹിപ്പ് ലൂസ് ആണ് നോക്കേണ്ടത് കേട്ടോ. ഹിപ്പ് ലൂസ് നോക്കാൻ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കിളിൻ്റെ ഒരു 2 ഇഞ്ച് താഴെയുള്ള ചുറ്റളവാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു ഫിംഗറിൻ്റെ ലൂസിലായിരിക്കണം. ടാപ്പ് ഇങ്ങനെ കറങ്ങണം കേട്ടോ. ഇപ്പം എത്രയുള്ളത് നോക്കുക. 40 ഇഞ്ചാണ് കണ്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ 40 ഇഞ്ചാണ് ഹിപ്പ് ലൂസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിപ്പ് ലൂസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചുറ്റളവ് കേട്ടോ. ഇനിയിപ്പോൾ ഹിപ്പ് ലൂസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സീറ്റളവ് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് അറിയണ രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ചുറ്റളവാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഹിപ്പ് ലൂസ് കിട്ടിയത് 40 ആണ്. പിന്നെ നമുക്ക് ക്രോച്ചേരിയ എന്ന് വെച്ചാൽ ഷേപ്പ് അളവ് അല്ലേ. പിന്നെ ലെങ്ത്ത്, ഹിപ്പ്, ഷേപ്പ് 3ാമത്തെ അളവാണ്. ആ 3ാമത്തെ അളവിൽ നമ്മൾ കണ്ടെത്തേണ്ടത്, ഇതിൽ നിന്നാണ് നമ്മൾ ആ ലെങ്ത്ത് കണ്ടെത്തേണ്ടത് കേട്ടോ. പിന്നെ ബോട്ടത്തിൻ്റെ അടി ലൂസാണ്, താഴ്ഭാഗത്തെ ലൂസാണ്. അതൊരു നോർമൽ പാൻറ്റിന് വേണ്ടത് 6, 7, 8 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടി ലൂസ് വരുന്നത് ബോട്ടം ലൂസ് കേട്ടോ. ബോട്ടം ലൂസിൽ 6, 7, 8. അപ്പോൾ ഇത് കുട്ടികളാകുമ്പോൾ 6 മതി, ടീനേജ് 7, എങ്ങനെ 8 കേട്ടോ. അപ്പോൾ നമ്മളിവിടെ
അടിലൂസ് കൊടുക്കുന്നത് 8 എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷേപ്പ് ലെങ്ത് നേരത്തെ ഞാൻ പറഞ്ഞു. ഷേപ്പ് ലെങ്ത് എന്ന് വെച്ചാൽ ക്രോച്ച് ഏരിയ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാവണം ആ രൂപത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഷേപ്പ് ലെങ്ത് ഈ 38 ഇതാ അതിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കിപ്പോൾ എന്തൊക്കെ അളവുകളാണ് നമ്മൾ എടുത്തത്? നമ്മൾ ശരീരത്തിന് രണ്ട് അളവുകളാണ് എടുത്തത്. ഒന്ന് ലെങ്ത്തും എടുത്ത്, ഒന്ന് ഹിപ്പ് ലൂസും എടുത്ത്. ഓക്കെ. ഈ രണ്ടളവും നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തിയതാണ്. അടിലൂസ് നമ്മൾ ഒരു വ്യക്തിക്ക് ഏകദേശം വേണ്ട അളവുകളെ ഇവിടെ തന്നിട്ടുണ്ട്. 6, 7, 8 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 8 ഇഞ്ച് നമ്മൾ എടുത്തതാണ്. ഷേപ്പ് ലെങ്ത് നമ്മൾ ഈ ലെങ്ത്തിനെയാണ് ബേസ് ചെയ്യണത്. ഓക്കെ. ലെങ്ത്തിനെ ബേസ് ചെയ്യുക ചെയ്ത്. ഇനി നമ്മളിത് എങ്ങനെ ഒരു തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെ നോക്കട്ടോ. ഇപ്പൊ ഇറക്കത്തിലേക്ക് നമ്മൾ 4 കൂട്ടുക. 4 ഇറക്കം പ്ലസ് 4 കേട്ടോ. ഇപ്പൊ ഏതൊരു വ്യക്തിന്റെ അളവുകൾ മാറും. ഈ അളവ് പലർക്കും പലതായിരിക്കും. എനിക്ക് 38 ആണെങ്കിൽ ചിലപ്പോൾ കാണുന്ന നിങ്ങൾക്ക് 36, 40, 41, 39 എങ്ങനെയാവാം. പക്ഷെ ഈ അളവ് മാറൂല കേട്ടോ. ഈ 4 ഒരു കാരണവശാലും മാറൂല. അപ്പൊ നോർമൽ പാന്റിൽ ആർക്ക് അളവ് എടുക്കുകയാണെങ്കിലും 4 ഇഞ്ച് കൂട്ടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കത്തിലേക്ക് 4 കൂട്ടി. ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നോട്ട് എഴുതേണ്ട എന്താന്ന് വെച്ചാൽ ഇറക്കത്തിലേക്ക് 4 കൂട്ടുക. ഇറക്കം മീൻസ് നീളത്തിലേക്ക് 4 കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. 38 + 4 42. അപ്പൊ നീളം കിട്ടിയത് 42 ആണ് കേട്ടോ. ഇനി ഹിപ്പ് ലൂസ് ആണ്. ഹിപ്പ് ലൂസിലേക്ക് നമ്മൾ നോർമൽ പാന്റിലേക്ക് 10 കൂട്ടുന്നത് കേട്ടോ. 10. ഓക്കെ. ഇതും പലർക്കും പല അളവാണ് ഉണ്ടാവുക. 40 പലർക്കും പല അളവാണ് ഉണ്ടാവുക. എനിക്ക് 40 ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 42 ആവാം, 38 ആവാം, 36 ആവാം, 32 ആവാം. ഓരോരുത്തരുടെ ബോഡിന്റെ അളവ് അനുസരിച്ച് അളവുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ 10 ഒരിക്കലും മാറൂല. അപ്പൊ ഈ 40ലേക്ക് നമ്മൾ 10 കൂട്ടി. അപ്പോൾ 50 നമുക്ക് കിട്ടുന്നത് കേട്ടോ. 50. അതിന് നമ്മൾ 4 കൊണ്ടാണ് ഹരിക്കണത്. ഹരിക്കണം 4. അപ്പൊ നമുക്ക് കിട്ടണത് 12.5 അല്ലേ. 12.5 നമ്മളെ ഹിപ്പ് ലൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത് ആണ് കാണേണ്ടത്. ഷേപ്പ് ലെങ്ത് നമ്മൾ ഈ അളവിൽ നിന്നാണ് കാണുന്നത്. 38 + 5. 38 + 5. ഇപ്പൊ ഇത് ഇതേപോലെ തന്നെ ലെങ്ത് മാറ്റം വരും, നീളം മാറ്റം വരും. പക്ഷെ ഇത് മാറൂല കേട്ടോ. ഇത് എല്ലാവർക്കും ഇതേപോലെ തന്നെ കൂട്ടണം. അപ്പൊ ഈ വട്ടിട്ട് വെച്ച എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നിങ്ങളും വട്ടിട്ട് വെക്കണം. കാരണം നോർമൽ പാന്റിന് ഈ 3 അളവുകളും വ്യത്യസ്തമാവില്ല. ഈ ഒരൊറ്റ അളവ് മറ്റുള്ള അളവുകളിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഈ 3 അളവുകളാണ്. ഇതൊരിക്കലും മാറൂല. അത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചോണ്ട് കേട്ടോ. 38 + 5 43. അപ്പൊ 43നെ നമ്മൾ 3 കൊണ്ടാണ് അരിക്കണത് കേട്ടോ. 4 കൊണ്ടല്ല അരിക്കണത്, 3 കൊണ്ടാണ്. നീളത്തെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. 3 കൊണ്ട് അരിക്കുമ്പോ 14.5 + 1 ഇഞ്ച് തുമ്പും കൂട്ടണം കേട്ടോ. ഓക്കെ. പിന്നെ അടിലൂസ് നമ്മൾ നേരത്തെ തന്നെ 8 എഴുതിയിരുന്നു അല്ലേ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇപ്പൊ നമ്മൾ നീളം എടുത്തപ്പോ 40 + 2 42 അല്ലേ. ഇത്ര നീളം 4 നമ്മൾ ഇതിലേക്ക് കൂട്ടി. ഓക്കെ. ഹിപ്പ് ലൂസ് 10 അല്ലായിരുന്നോ. 10ലേക്ക് 40ലേക്ക് നമ്മൾ 10 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 50 ആണ്. കണ്ടോ. അപ്പൊ 50നെ 4 ഭാഗമാക്കുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെടുത്ത് ഇതിനെ 4 ഭാഗമാക്കുക എന്നാണ്. അപ്പൊ 1 to 50 വരെയുള്ള അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 to 50 വരെയുള്ള അളവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ. എന്നിട്ട് നമ്മൾ അതിനെ 4 ഭാഗമാക്കുക ചെയ്തത്. 1 to 50ലേക്ക് 4 മടക്കി. അപ്പൊ നമുക്ക് 12.5 കിട്ടി. കണ്ടോ. ഓക്കെ. ആ 12.5 നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ നമ്മൾ 43നെയാണ് 3 കൊണ്ട് അരിക്കണത്. അപ്പൊ നമ്മൾ ടാപ്പിൽ എങ്ങനെ ചെയ്യും? 1 to 43 വരെ എടുക്കുക. 1 to 43 വരെ എടുത്തു. കണ്ടോ. എന്നിട്ട് നമ്മൾ അതിനെ 3 മടക്കുക ചെയ്യണത്. ഇങ്ങനെ 3 ഭാഗമാക്കുക. 3 ഭാഗമാക്കുമ്പോൾ നമുക്ക് കിട്ടണ അളവാണ് നോക്കേണ്ടത്. 43 ഹരിക്കണം 3. കണ്ടോ. 14.5 കിട്ടി. എന്താ 14.5 കിട്ടി. കണ്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ഹരിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെ ടൈലറിങ് പഠിക്കുക? ഹരിക്കുക പറഞ്ഞാൽ വലിയ കാര്യമല്ല. എന്താന്ന് വെച്ചാൽ 4 ഭാഗമാക്കുക, 3 ഭാഗമാക്കുക, 2 ഭാഗമാക്കുക, അതൊക്കെ നമുക്ക് ഈ ടാപ്പിൽ തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇതേപോലെ ചെയ്താൽ മതി. അതിന് കൺഫ്യൂഷൻ ആയി ഇരിക്കേ വേണ്ട. ഓക്കെ.
അപ്പോൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഹരണം ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, കട്ടിങ് പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ, സ്വന്തമായിട്ട് വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ അളവുകൾ 12.5, ഇത് സെപ്പറേറ്റ് എഴുതി വെക്കുകയാണ് കേട്ടോ. 12.5, നീളം 42, ഹിപ്പ് 12.5, 14.5 പ്ലസ് 1, ഷേപ്പ് ലെങ്ത് ക്രോച്ച് അതായത് ക്രോച്ച് ഏരിയ കേട്ടോ +1, പിന്നെ ബോട്ടം ലൂസ് 8. ഇതാണ് നമ്മൾ ഇനി തുണിയിൽ മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇനി ഈ ക്ലോത്തിൽ എങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ പ്രിന്റ് ഇല്ലാത്ത ഭാഗം, പ്രിന്റ് ഉള്ള ഭാഗം മാർക്ക് ചെയ്യാം അല്ലേ, നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, നീളത്തിൽ മടക്കട്ടോ. ഇങ്ങനെ മടക്കണം എന്തിനാന്ന് വെച്ചാൽ 2 ബോട്ടം കറക്റ്റ് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒന്നിനെ ഉള്ളിൽ വെച്ച് മടക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലോത്ത് ചെറുതായി പോയാൽ നമ്മളെ ശ്രദ്ധയപ്പെടൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മടക്കണത് കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് നീളത്തിൽ 2ആയിട്ട് ഇടുകയാണ് കേട്ടോ. നീളത്തിൽ ഇങ്ങനെ 2ആയി വെക്കുക. നൈറ്റി ബിറ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ 70 25 69 70 70 പറയണ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. രണ്ടേ 90 3 20 ഏത് തരം നൈറ്റി വേണമെങ്കിലും ക്ലോത്ത് ഉണ്ടാവും. ഇനി നൈറ്റി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കോണ്ടാക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നിവർത്തിട്ടു, 2ആയി മടക്കി കണ്ടോ, 2 ഭാഗമാക്കി മടക്കി കേട്ടോ. ഇതേപോലെ കണ്ടോ, ഇതേപോലെ നമ്മൾ റെഡിക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പം ഇത് കണ്ടോ, ഓപ്പൺ ഉള്ള ഭാഗം ഓപ്പോസിറ്റിലാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ നിൽക്കണ ഭാഗം ഫോൾഡ് ചെയ്തിട്ടും ഓപ്പൺ ഉള്ള ഭാഗം ഓപ്പോസിറ്റ് ആയിട്ടും കണ്ടോ, ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ താഴ്ഭാഗത്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എപ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിലും താഴ്ഭാഗം ക്ലിയർ ചെയ്യാം കണ്ടോ. ഏറ്റവും ലാസ്റ്റ് നിന്ന് ഒരിക്കലും മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് വരരുത്. എപ്പോഴും താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് നമ്മൾ വരേണ്ടത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മേലെന്ന് ഇങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്ന് വെച്ചാൽ നമുക്ക് 42 വരുന്നത് ഇവിടെ അല്ലേ, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തുണി രണ്ടും വേസ്റ്റ് ആയി പോവും, സെപ്പറേറ്റ് ആയി പോവും അല്ലേ. പക്ഷെ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 42 വരുന്നത് ഇവിടെയാണ് അല്ലേ. ഇവിടുന്ന് ഇത്രയും ക്ലോത്ത് നമുക്ക് വേസ്റ്റ് ആവാതെ ഒന്നിച്ച് കിട്ടും. അപ്പോൾ ക്ലോത്ത് ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ചോറ് പോലെ തന്നെയാണ് ക്ലോത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു നേരം അല്ലെങ്കിൽ ഒരു നേരം നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് ഉപയോഗപ്പെടും. അപ്പോൾ നമ്മൾ ലെങ്ത് എടുത്തത് 42. അപ്പോൾ ഈ ലൈനിന്മേലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് 42. ഇവിടെയാണ് മാർക്ക് ചെയ്യണത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹിപ്പ് ലൂസ് ആണ്. അപ്പം നീളം കഴിഞ്ഞു. ഇനി വീതി ഇവിടുന്ന് ഈ 1 ഇഞ്ച് ഇവിടുന്നാണ് വരുന്നത് കേട്ടോ. ഈ ഫോൾഡ് ചെയ്ത ഇവിടുന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് 12.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം കണ്ടോ. മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 14.5 + 1 15.5 മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇവിടെയും 12.5 ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. 12.5 ഉണ്ടെന്ന് ഇവിടെ ഉറപ്പ് വരുത്തുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് കണ്ടോ, 3 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ബോട്ടം ലൂസ് 8 ഇഞ്ചാണ്. ഇവിടെ 3 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ
ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരളവിനെ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് ഷേപ്പ് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് ലൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 12.5 ഈ 12.5 നമ്മൾ ഇവിടെയും കൊടുക്കണം, ഇവിടെയും കറക്റ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടം ലൂസിൽ താഴ്ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ക്രോസായി വരക്കണം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ഒരു ഫിഗർ വരച്ച് കാണിച്ച് തന്നില്ലല്ലേ, ഇത് ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ ബോർഡിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം തുണിയിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും താഴ്ഭാഗത്ത് ഇപ്പം ഈ ക്രോസായി വരച്ചില്ല, ഇവിടം വരെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വേണം ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ മടക്ക് കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്താലും ഇതേപോലെ കോണായിട്ട് വരും കേട്ടോ. അപ്പോൾ എങ്ങനെ ഒരാളെ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ ഇപ്പോൾ പാൻറ്റിൽ നമ്മൾ വരച്ച് കട്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ അതുമ്മ വരച്ച് കാണിക്കട്ടോ. അപ്പം എങ്ങനെ ഇമ്മ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ വരച്ച് കാണിക്കാം. അപ്പം ഇതായിരുന്നു നീളം കണ്ടോ, നീളം ഇതാണ് കേട്ടോ. ലൈന് കാണില്ലേ തന്നെ. പിന്നെ ഹിപ്പ് ഇതാണ് കണ്ടോ, ഹിപ്പ് ലൂസ് ഇതാണ് ഹിപ്പ് ലൂസ്. ഇതാണ് ഞാൻ പറഞ്ഞ 12.5. ഓക്കെ, ഇത് 42 നീളം. ബോട്ടം ലൂസ് 8 കണ്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യണം പറഞ്ഞത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ക്രോസ് ആയിട്ട് വരക്കണം പറഞ്ഞത്. ഷേപ്പ് ലെങ്ത് 14.5 + 1 15.5, 14.5 + 1. ഓക്കെ, 3 ഇഞ്ച് ഇങ്ങോട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 3 ഇഞ്ച് ഇങ്ങോട്ട് കണ്ടോ, 3 ഇഞ്ച് വരുന്നത്. കുട്ടികളാണെങ്കിൽ 2.5 എടുത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10ന് പകരം 8 കൂട്ടിയാൽ മതി കേട്ടോ. ഇത്ര ലൂസ് വേണ്ട, 8 കൂട്ടിയാൽ മതി. കുട്ടികളാണെങ്കിൽ, കുട്ടികളെ കാര്യമാണ് ഞാൻ പരിഗണിച്ചത്, അതുകൊണ്ടാണ് കുട്ടികളെ കാര്യം എടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യണത് കണ്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ പാൻറ്റിന് കുറച്ച് നീളം കുറവാണ്, നീളം കൂട്ടട്ടോ, അല്ലാതെ ഷേപ്പ് കിട്ടൂല കണ്ടോ. നമ്മൾ ഇതിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെ പോയിട്ടാണ് കട്ട് ചെയ്ത് കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്, ഇവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ 12.5 ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് 12.5, നമുക്ക് കിട്ടിയ 12.5 ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ രൂപം പാൻറ്റിൽ വന്നെന്ന് ഒന്നും കൂടി ബോധ്യപ്പെടുത്താനാണ് ഇത് വരച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കട്ടിങ് കഴിഞ്ഞു, എങ്ങനെ ഈ ഫിഗർ വന്നു, എങ്ങനെ അളവ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതി വരച്ച് കാണിച്ചു തന്നു. ഇതേപോലുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവർക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ആവട്ടോ. പിന്നെ ഈ മാസം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 5 കോഴ്സാണ്. ലേഡീസ്, ജെൻസ്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക്, കോട്ട്, സ്കേർട്ട്, അതായത് ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക്, ഇത്രയും കോഴ്സ് 1000 രൂപക്ക് ഈ മാസം 30 വരെയുള്ള ഓഫറാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒന്നിച്ചുള്ള ഓഫർ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ആളാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കണവരാണെങ്കിലും ഒക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഏണിംഗ് ഉണ്ടാക്കാനുള്ള ഒരു വാതിൽ തുറക്കാൻ കഴിയും കേട്ടോ.
ഇനി നിങ്ങൾക്ക് സിംഗിളായിട്ട് പിന്നെ ഒരു കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ 500 രൂപ മാത്രം അടച്ചാൽ 6 മാസം വരെ കിട്ടും. ചുരിദാറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, പാൻറ്റും ഷർട്ടും ആണെങ്കിൽ അതെടുക്കുക, കോട്ട് സ്കേർട്ട് ആണെങ്കിൽ അതെടുക്കുക, അരി വർക്ക് ആണെങ്കിൽ അതെടുക്കുക, ഡിസൈൻ ഫ്രോക്ക് ആണെങ്കിൽ അതെടുക്കുക. ഏതാണോ വേണ്ടത് അതിന് 500 രൂപ അടച്ചാൽ മതി. അല്ല ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ഓഫറിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ഈ 5 കോഴ്സും തരികയാണ്. അതും ഇതേപോലെ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനെ പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് അടങ്ങിയ ക്ലാസ് ഉണ്ടായിരിക്കുക. സ്റ്റിച്ചിങ്ങിന് നമുക്ക് പേടിയാണല്ലേ, ഇതിൽ നമുക്ക് വിജയിക്കും, ഓൺലൈനായിട്ട് പഠിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പിന്നെ പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത് വേണം, എനിക്കൊരു തൊഴിൽ വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കണവരാണെങ്കിൽ എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറായാൽ റിസൾട്ട് താനെ വന്നോളും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ കഴിയും. അത്രയും നീറ്റായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. പിന്നെ ഫീ കുറച്ച് വാങ്ങണതിൻ്റെ കാരണം കുടുംബശ്രീ സംരംഭമാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീ സംരംഭക എന്നുള്ള നിലക്ക് ഏറ്റവും മികച്ച ഒരു ക്ലാസ്സും ഏറ്റവും കുറഞ്ഞൊരു ഫീസിലും നിങ്ങൾക്ക് ക്ലാസ് തരിക, കൂടുതൽ ആളുകളിലേക്ക് എത്തുക, കൂടുതൽ ആളുകൾ ഡെവലപ്പായി സ്വന്തം വരുമാന മാർഗത്തിന് പിന്നെ അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹിക്കണം, എല്ലാവർക്കും അതേപോലെ ഒന്നും അറിയാത്തവരാണെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം ചവിട്ടാൻ അറിയാത്തവർ എന്താ ചെയ്യാന്ന് കുറേ കമൻറ്റ് വരാറുണ്ട്. ചവിട്ടാൻ അറിയാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ചവിട്ടി തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മെഷീൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ അതിനുള്ള ഒരു ക്ലാസ് തരും. അതേപോലെ എങ്ങനെ നൂലിടണം, എങ്ങനെ ഒരു തുണിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് ജോയിൻ ആവുക. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടൊരു കൺഫ്യൂഷനോ ഒരു പിന്നെ ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ മാസത്തെ ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ 2 ബോട്ടത്തിൻ്റെ കണ്ടോ 2 പീസാണിത് അല്ലേ. ഈ 2 പീസ് ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുക, ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുക, അതേപോലെ ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് കണ്ടോ ഈ ഒരു ഭാഗം എടുക്കുക, ഈ ഒരു ഭാഗം എടുക്കുക. കണ്ടോ കണ്ടോ നല്ല ഭാഗവും തമ്മിൽ എടുത്തിട്ടുള്ളത്. 2 ബോട്ടത്തിൻ്റെ ഓരോ വശമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ഇവിടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. 2 ഭാഗവും ഒരേപോലെ കണ്ടോ. ഇത് 2 രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് എലാസ്റ്റിക് പുറത്തോട്ട് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക, കാണാതെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് കാണാതെ എങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി നമ്മൾ കണ്ടോ ഇങ്ങനെ കവറായി നിന്നില്ലേ, 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. 1/2 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ചിൽ മുകൾ ഭാഗം മീൻസ് ഇവിടെയാണ് കേട്ടോ. ഒരു കാരണവശാലും ഇവിടെ ചെയ്യരുത്, മേലെ ചെയ്യാം. ഇതേപോലെ ഒരു വൈറ്റ് പഴയ തുണി എടുത്തിട്ട് സ്വന്തം അളവ് എടുത്തിട്ട് ഇതേപോലെ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് 25 ഡേറ്റ്, 30-ാം തീയതി വരെയാണ് ഓഫർ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ ക്ലാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് അലാസ്റ്റിക് ഇടണം എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഷേപ്പ് റൗണ്ട് ഇല്ലേ, ഹിപ്പ് ഇവിടെ അല്ലേ, അപ്പോൾ ഷേപ്പ് ഇവിടെ മേലെ വണ്ണം കുറഞ്ഞ ഭാഗമാണ് ഷേപ്പ് റൗണ്ട് കേട്ടോ. കണ്ടോ ഇവിടുത്തെ ഈ വണ്ണം കുറഞ്ഞ ഭാഗം 35 കണ്ടോ. ഈ ഒരു ടൈറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു ഫിംഗറിൻ്റെ ലൂസിലായിരിക്കണം കറങ്ങേണ്ടത്. നല്ല ലൂസ് ഉണ്ടാവാൻ പാടില്ല. ഒരു ഫിംഗറിൻ്റെ ലൂസിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. 35 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ 32 ഇഞ്ച് അലാസ്റ്റിക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് അലാസ്റ്റിക്കിൻ്റെ കണക്ക് എന്താണെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ.
35 - 3 32 ആണ് കേട്ടോ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുക ചെയ്യണത്, ഇങ്ങനെ മാർക്ക് ചെയ്യുക ചെയ്യണത്, കാരണം കട്ട് ചെയ്യാനായിട്ടില്ല കേട്ടോ. നമ്മൾ താഴെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇതുമ്മേൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ 1 ഇഞ്ച് വിട്ടാൽ മതി കേട്ടോ. 1 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് വെക്കുക. കണ്ടോ? എന്നിട്ട് ഇവിടെ അലാസ്റ്റിക്കുമ്പോൾ ജസ്റ്റ് ഒരു അടി കൊടുക്കുക. കാരണം ഇതിന് അലാസ്റ്റിക് നീങ്ങാതെ വെക്കാനാട്ടോ. പിന്നെ അടിക്കാൻ പാടില്ല കേട്ടോ. ഒരു ചെറിയ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് അലാസ്റ്റിക് ഫിനിഷിങ് ഇല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഫിനിഷിങ് ഇല്ല എന്ന് പറയുന്നവർക്കും കൂടെ ഉള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് അലാസ്റ്റിക് ഫിനിഷിങ് ആയി കിട്ടില്ല, സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ വരുന്നില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ വരുന്നവർക്കുള്ളതാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മളെ കറക്റ്റ് അളവ് കേട്ടോ. അളവിനെ നമുക്ക് ലാസ്റ്റ് വലിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ എത്താൻ സമയത്ത് ഒരു 2 ഇഞ്ചിൽ നിർത്തിയാൽ മതി കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ, കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഗ്യാപ്പിൽ നിർത്തുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ? ഇതേപോലെ നമ്മളിങ്ങനെ, ഇതാണ് നമ്മളെ കറക്റ്റ് അളവ്. നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇതും തമ്മിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ? 1 ഇഞ്ചിൽ തന്നെ വെക്കട്ടോ. 1 ഇഞ്ചിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. കെട്ടിട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് തെന്നി മാറൂല കേട്ടോ. തെന്നി മാറാതിരിക്കാനാണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഉള്ളോട്ട് പോയില്ലേ. ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലേ ഇന്ന് നേരത്തെ, ആ സ്റ്റിച്ചിനെ ഒഴിവാക്കുകയാണ് കേട്ടോ. ഇലാസ്റ്റിക് ഒന്ന് അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരുന്നല്ലോ. കണ്ടോ? അത് ഞാൻ പൊട്ടിച്ചിട്ടോ. അല്ല, ഇലാസ്റ്റിക് നമ്മൾ വിചാരിച്ചു കൊടുത്തേക്ക് ഇങ്ങനെ വലിച്ചാൽ കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വലിച്ചാൽ കിട്ടണം. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചുകാണ്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് തന്നെ ഇലാസ്റ്റിക് ഇടൽ എങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളിത് വലിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തേക്കും കണ്ടോ? ഇപ്പോൾ കറക്റ്റ് കണ്ടോ? എല്ലായിടത്തും ഒരേപോലെ ചുളി വന്നില്ലേ? ഓക്കെ. ഇനി നമ്മൾ നല്ല ഭാഗത്ത് ഇങ്ങനെ വെക്കുക. കണ്ടോ? മൊത്തം ഇങ്ങനെ പിടിച്ച് വലിക്കുക. എന്നിട്ട് നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു.
ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ചിൽ പിടിക്കുക. ഈ ചുളിവിൽ തന്നെ കേട്ടോ. ഈ ചുളിവ് ഇങ്ങനെ നിന്നോട്ടെ. ഇങ്ങനെ നിന്നുകാണ്ടാണ് നമ്മളിങ്ങനെ പിടിക്കേണ്ടത്. 5 ഇഞ്ചിൽ പിടിച്ചിട്ട് കണ്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ട് കണ്ടോ ഈ ചുളിവ്. ഇനി വീണ്ടും ഇതേപോലെ തന്നെ മൊത്തം വലിക്കുക കണ്ടോ. മൊത്തം വലിച്ചിട്ട് ഒരു 5 ഇഞ്ചിൽ പിടിക്കുക, നിവർത്തി വലിക്കുക. ഇതേപോലെ മൊത്തം ഭാഗങ്ങളും ചെയ്യാട്ടോ. അപ്പോൾ അലാസ്റ്റിക് ഉള്ളിൽ വെച്ചുകാണ്ട് സ്റ്റിച്ച് ചെയ്ത് പോണത് എങ്ങനെയൊന്നും പുറത്ത് കാണാതെ എങ്ങനെ ചെയ്യുക, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ മുകൾ ഭാഗം ഓക്കെ ആയിട്ടോ. ഇനി കാലിൻ്റെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ കോൺ ഇപ്പോഴാണ് നമുക്ക് ഉപയോഗപ്പെടുക. കറക്റ്റായിട്ട് മടക്കുക, ഈ കോണിൽ കറക്റ്റായിട്ട് മടക്കുക കേട്ടോ. കോണിൽ കറക്റ്റായി മടക്കി എന്നിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇത് മടക്കുക. ആ വരമ്മലാണ് ഇതിൻ്റെ ഇത് വരേണ്ടത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ 2 ഭാഗവും കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇതും കണ്ടോ. ഈ കോണ് ഇവിടെയാണ് മടക്ക് വരിക. കറക്റ്റായിട്ട് മടക്കുക, എന്നിട്ട് ഉള്ളോട്ട് മടക്കുക, എന്നിട്ട് ഇതിനെ പകുതിയാക്കുക, എന്നിട്ട് മടക്കുക കേട്ടോ. അപ്പം നീറ്റായിട്ട് സ്റ്റിച്ചിങ് കിട്ടും. അതേപോലെ താഴ്ഭാഗം പിരിയാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. അറിയില്ല എന്ന് വിചാരിച്ച് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്താഗതിയായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ കേട്ടോ. അത് അടിനൂല് കഴിഞ്ഞതാ. അങ്ങനെ നമ്മൾ താഴ്വശം മടക്കി അടിച്ചു 2 ബോട്ടോട്ടാ. ഇനി നമ്മൾ സൈഡ് കൂട്ടി കൊടുക്കുകയാണ്. സൈഡ് കൂട്ടുമ്പോൾ നമ്മൾ ഇവിടുന്നാണ് കൂട്ടി വരേണ്ടത് കേട്ടോ. ഇവിടുന്ന് 1 ഇഞ്ച് വിട്ടാൽ മതി. 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. മേലോട്ട് വരും തോറും വീതി കുറക്കുക കേട്ടോ. മേലോട്ട് വരും തോറും 1 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ക്രോച്ചേരിയൻ്റെ ഭാഗം എത്തുമ്പോൾ 1/2 ഇഞ്ചായിട്ട് കുറക്കുക കേട്ടോ. പാൻറ്റ് പിരിയാതിരിക്കാൻ അങ്ങനെ ചെയ്യണം. കൂടുതൽ തുമ്പുണ്ടാവുമ്പോൾ ക്രോച്ചേരിയയിൽ പിരിഞ്ഞ് നിൽക്കും. അത് ഒഴിവാക്കാനാണ് തുമ്പ് കുറച്ച് ചെയ്യണത് കേട്ടോ. രണ്ടാമത്തെ കാല് ചെയ്യണ സമയത്ത് ഇവിടുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് താഴോട്ട് വരരുത്. ഇവിടുന്ന് തന്നെ ചെയ്യട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കട്ടിങ്ങിൽ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തത് ചെയ്യുമ്പോഴും ഇവിടുന്ന് തന്നെ വരണമെന്ന് പറയണത് കേട്ടോ. അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം എങ്ങനെ തിരുത്താന്നുള്ളത്. ഈ തുമ്പ് 2 ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. തുമ്പ് 2 ഒന്നിച്ചാണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ ഇപ്പോൾ ഇവിടെ ഇത് ഒന്ന് ചെറുതും ഒന്ന് വലുതാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റിച്ചിങ് നമ്മൾ ഒന്നിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വേസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു, അതേപോലെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പാൻറ് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താല്പര്യമുള്ളവരൊക്കെ 500 രൂപ അടച്ച ക്ലാസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 500 രൂപ അടച്ചിട്ട് 6 മാസത്തെ കോഴ്സ് എടുക്കുക. 1 ഇയർ കോഴ്സിൻ്റെ ഓഫറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ നോർമൽ പാൻറ് കേട്ടോ. നോർമൽ പാൻറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്നു 38 ഇഞ്ചാണ് ലെങ്ത് ഉള്ളത് എന്നല്ലേ. അപ്പം 38 ഇഞ്ച് ലെങ്ത് ഇതാ ടാപ്പിൽ കാണിക്കുകയാണ് കേട്ടോ. കണ്ടോ, 38 ഇഞ്ച് കറക്റ്റായിട്ടുള്ള ലെങ്ത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ. അപ്പോൾ ഇതേപോലെ പഠിക്കണം, ഇതേപോലെ പെർഫെക്റ്റായി ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം, മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കണം, സ്വന്തമായിട്ട് വരുമാന മാർഗം വേണം. അതേപോലെ കട്ട് ചെയ്യാൻ പേടിയായിട്ടിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ A to Z അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു ക്ലാസ്സാണ്. 500 രൂപ മാത്രം അടച്ചാൽ മതി. 6 മാസം വരെ പഠിക്കുക. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, അത്തരം ലേഡീസിൻ്റെ എല്ലാ മോഡലും പഠിക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ തന്നെ പുറത്തേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഏത് മോഡൽ കണ്ടാലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് തരുന്നത്. എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം, കട്ട് ചെയ്യാൻ പേടിയായിട്ടും ബോഡി മെഷർമെന്റ് അറിയാതെ ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ബോഡി മെഷർമെന്റ് മാത്രം പഠിച്ചാണ്ട് കട്ടിങ് പഠിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ കേട്ടോ, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 200 രൂപ മാത്രം അടച്ചാൽ ഒരു ദിവസത്തെ 4 മണിക്കൂർ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബോഡി എങ്ങനെ അളവെടുക്കുക, അതെങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ 4 മണിക്കൂറിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലൈവായിട്ട് തന്നെ ക്ലാസ് തരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് 80 86 81 49 49 കോൺടാക്ട് ചെയ്യേണ്ടത്. ക്ലാസ്സിന് വേണ്ടി ഈ 6 മാസത്തെ കോഴ്സ്, 1 ഇയർ കോഴ്സൊക്കെ വേണ്ടവർ 80 86 82 49 49 കോൺടാക്ട് ചെയ്യുക. പിന്നെ നൈറ്റി ബിറ്റ് വേണമെന്നുള്ളവർ 70 25 69 70 70 കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.